മനുഷ്യനെ മോചിപ്പിക്കലാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പ്രബോധകനാണ് ലോകത്തെ ഏറ്റവും കാരുണ്യമുള്ള മനുഷ്യൻ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ആരാണോ ശിർക്കിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവനാണ് ലോകത്തിലെ ഏറ്റവും കാരുണ്യമുള്ള മനുഷ്യൻ എന്ന് ഇസ്ലാം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി മനോഹരമായ ഒരു ഉദാഹരണം പറയാൻ, മസലി വമസലകും കമസലി റജുലിൻ, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. എന്താണ്? ആ തീയുടെ നേരെ വണ്ടും പാറ്റയും പറവകളും അതിന് നേരെ പാറി വരികയാണ്. അങ്ങനെ അയാൾ അത് തടഞ്ഞു നിർത്തുന്നു. പാറ്റകളും വണ്ടുകളും അതിൽ വീഴുന്നത് അയാൾ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ നിങ്ങൾ നരകത്തിലേക്ക് ചാടുന്നതിനെ ഞാൻ തടഞ്ഞു നിർത്തുന്നു. പ്രവാചകൻ പറയാൻ, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് മുറുകെ പിടിക്കുകയാണ്, പക്ഷേ നിങ്ങൾ എന്റെ കൈതട്ടി നരകത്തിലേക്ക് നിങ്ങൾ സ്വയം എടുത്തു ചാടുകയാണ്. പ്രവാചക തിരുമേനി പറഞ്ഞ എത്ര മനോഹരമായ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറില്ലേ, നിങ്ങളുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ, നിങ്ങളുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അത്ര സ്വർഗം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെ. നരകം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനോളം അടുത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റിരിക്കും. എന്നിട്ട് നബി പറയും, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. നരകം സത്യമാണ്, സ്വർഗവും സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഹബീബായ റസൂലാണ് നരകമുണ്ട് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ മക്കാ മുശ്രിക്കുകളുടെ കൂടെ ജീവിച്ച കാലത്ത് ഒരിക്കൽ പോലും തമാശയായി പോലും കള്ളം പറയാത്ത ആളായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനിയാണ് നരകമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത്, നരകത്തിന്റെ ഭയാനകത പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകം കണ്ടുവന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ടുവന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ വക്കിൽ നിന്നു, ഞാൻ സ്വർഗത്തിന്റെ മുമ്പിൽ വന്നു നിന്നു, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി. എനിക്കവിടെ ദരിദ്രന്മാരായ ആളുകളെ കാണാൻ കഴിഞ്ഞു. സ്വർഗത്തിന്റെ വക്കിൽ ദരിദ്രരായ ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ധനാഢ്യന്മാരായ ആളുകളെ തടയപ്പെട്ടതായി കണ്ടു. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ധനാഢ്യന്മാരായ ആളുകളെ തടയപ്പെട്ടതായി കണ്ടു എന്ന് നിങ്ങൾ നോക്ക്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ച മഹാനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, നിങ്ങളൊരു കോടീശ്വരനാണ്, നിങ്ങളെപ്പോലെയുള്ള കോടീശ്വരന്മാർ നിരങ്ങിയിട്ടേ പയ്യെ സ്വർഗത്തിൽ പോകുള്ളൂ, വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത കേട്ട ഉടനെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് 700 ഒട്ടകപ്പുറത്ത് തന്റെ സമ്പാദ്യങ്ങൾ കൊണ്ടുവന്ന് മദീനയിൽ ദാനം ചെയ്തു കളഞ്ഞു. കണ്ടോ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ അധ്വാനിച്ച ഒരു കോടീശ്വരന്റെ കഥയാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കഥ. സഹോദരങ്ങളെ, നരകമായിരുന്നു അവരുടെ ബേജാറ്, നരകത്തിൽ എത്തിപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ ചിന്ത. വിശ്വപ്രസിദ്ധനായ ഷുഐബ് റൂമി ഭാര്യയുടെ കൂടെ ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെയും വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെയും ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും. ഭാര്യ ചോദിച്ചു, എന്തിനാണ്? കുറെ സമയം അദ്ദേഹം റൂമിൽ ഉലാത്തും, അങ്ങോട്ട് സഞ്ചരിക്കും, ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ഭാര്യ ചോദിച്ചു, അങ്ങൊന്നിന് ഉറങ്ങിക്കൂടെ? എന്ത് സംഭവിച്ചു അങ്ങൊന്നിന്? എന്തിനാണ് ഈ പരവശം? എന്തിനാണ് ഈ അസ്വസ്ഥത? അപ്പോൾ ഷുഐബ് റൂമി പറയാൻ, ഞാൻ നരകത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ നരകാവകാശിയായി പോകുമോ എന്നെന്റെ മനസ്സിലൊരു ബേജാറ്. ഞാൻ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സ്വർഗമെന്ന മഹാസൗഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആകുലതയായിരുന്നു എനിക്ക്. നരകം ഒരിക്കലും നമ്മൾ അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല. ഇല്ല, നരകത്തിന്റെ ഓർമ്മകൾ നമ്മളെ ഒരിക്കലും അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല. ചാനലിന്റെ മുമ്പിൽ, സിനിമയുടെ മുമ്പിൽ, സീരിയലിന്റെ മുമ്പിൽ, സെക്സ് ആസ്വദിക്കുന്നതിന് മുമ്പിൽ, മൊബൈലിൽ ചെയ്ത് തോന്നിയാസം പറയുന്നതിന്റെ മുമ്പിൽ ഒരിക്കലും നരകം നമ്മളെ നയിച്ചിട്ടില്ല. ആ നരകത്തിന്റെ ഭയാനകത, അതിൽ നിന്ന് മോചിതനാകേണ്ടതുണ്ട്, അതിൽ നിന്ന് വിമോചനം ലഭിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കലും നരകത്തിലേക്ക് പോകുന്ന
പ്രവൃത്തി ചെയ്യരുത് എന്നൊരു ബോധം അള്ളാഹുവിന്റെ അടിമക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വന്നിട്ട് സൂറത്ത് അഹ്സാബിലെ 45-ാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇതാണ്. എന്ത്? അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തിയെടുത്ത് പറയുന്നത്, ആ പ്രവാചകൻ മനുഷ്യരെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖലീഫ മസ്ജിദിൽ കൂടിയ നൂറുകണക്കിന് ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. നരകത്തിലേക്കുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിലേക്കുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടോ മനസ്സിലോർത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ മരിക്കാൻ കിടക്കുക. മൂത്താപ്പ മരിക്കാൻ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടടുത്ത് പോയിരിക്കുക. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മൂത്താപ്പ, നിങ്ങൾ നരകത്തിലാണ്, ഞാൻ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്തു കൊള്ളാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പറഞ്ഞോളാം, ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലു മൂത്താപ്പ. ശിർക്കിലായി കൊണ്ട് മൂത്താപ്പ മരിച്ചുപോയി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മൂത്താപ്പ മരിച്ചുപോയി. റസൂലുള്ളാഹ് നരകം കണ്ടു വന്ന ആളാണ്. നബിക്കറിയാം ശിർക്ക് ചെയ്തവൻ നരകത്തിലാണെന്ന്. നബിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനിച്ചു. നബി ഇറങ്ങിപ്പോകുമ്പോ അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. ഇല്ല നബിയേ, താങ്കൾ വിചാരിച്ച ആൾക്ക് മോക്ഷം കൊടുക്കാൻ കഴിയില്ല, ഹിദായത്ത് നൽകാൻ കഴിയില്ല. അള്ള ഉദ്ദേശിച്ചവർക്കല്ലാതെ ഹിദായത്ത് കിട്ടുകയില്ല. ഹിദായത്ത് വലിയൊരു ഘടകമാണ്. അത് അള്ള ഉദ്ദേശിച്ചവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സൂറത്ത് ഖസസ്, വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം 56-ാമത്തെ വചനമാണ്. സൂറത്ത് ഖസസിൽ അള്ളാഹു പ്രവാചകനെ ഓർമ്മപ്പെടുത്തിയ കാതലായ വശം ഹിദായത്ത് അള്ളാഹു നൽകുന്ന ഒരു മഹാ സൗഭാഗ്യമാണ്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി ആരാ? അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാരൻ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാരൻ അല്ലേ? ഖലീലുള്ള, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നല്ലാഹു വിശേഷിപ്പിച്ച ഖലീലുള്ളാന്റെ ബാപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? ഇല്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം ചെയ്ത ഉലുൽ അസ്മിന്റെ പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ കഴിഞ്ഞിട്ട് അവൻ ഇതൊക്കെ ഹിദായത്ത് കിട്ടിയോ? ഇല്ല. നൂഹ് നബിയുടെ ബീജത്തിൽ പിറന്ന മകന് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? നബിയുടെ ബാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു ഹിദായത്ത് കൊടുത്തോ? ഇല്ല. നമുക്ക് അള്ളാഹ് ഹിദായത്ത് തന്നു. എന്തിന്? അവർക്കാർക്കും നൽകാത്തൊരു പ്രാധാന്യം അള്ളാഹ് എന്തേ നമുക്ക് നൽകിയത്? ഇബ്രാഹിം നബിയെ വിചാരിച്ച് ബാപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അപാരമായ ഒരു സമ്മാനം മുസ്ലിങ്ങളാകാൻ സാധിച്ചു എന്നത്, അല്ലേ? മുസ്ലിമാകാൻ സാധിച്ചു എന്നത്, ഈ നാട്ടിൽ സാധാരണക്കാരായ പ്രബോധകരുടെ പ്രബോധനം കേട്ട് ദീൻ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമല്ലേ അത്? അല്ലേ? ആ ഹിദായത്ത് എന്നതിന് ഒരു നന്ദി വേണ്ടേ? ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അള്ളാഹ് കൊടുക്കാത്തത് നമ്മെ സ്നേഹിച്ച് അള്ളാഹ് തന്നതിന്, അല്ലേ? ആലോചിച്ചു നോക്കിയേ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്കും ലൂത്ത് നബിയുടെ അലൈഹിസ്സലാമിന്റെ ഭാര്യക്കും അള്ളാഹ് കൊടുക്കാത്ത ആ ഹിദായത്ത് ഫിറൗന്റെ ഭാര്യക്ക് അള്ളാഹ് കൊടുത്തില്ലേ? എന്തേ അള്ളാഹുവിന്റെ തീരുമാനം? അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകിയില്ലേ? തൗഹീദിലെ മെമ്പർമാരാകാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകിയില്ലേ? ഈ ഭാഗ്യത്തോളം വലിയ ഭാഗ്യം എന്താണ്? അള്ളാഹു എന്നെ മുജാഹിദാക്കി, അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നിന്റെ സമ്പാദ്യം ഏതാ? അള്ളാഹു എന്നെ മുജാഹിദാക്കി, അള്ളാഹു എന്നെ ഹിദായത്തിലാക്കി, അതാണ് അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതെ, പടച്ച തമ്പുരാൻ എന്ന ഹിദായത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ സിറാത്ത് എന്ന പാലത്തിൽ വരണം. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ഇല്ല, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ പാലത്തിൽ, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സിദ്ദീഖുകളും ശുഹദാക്കളും എല്ലാവരും വരും ആ പാലത്തിന്റെ മുകളിൽ. അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. നോക്കൂ, ഇറാ ഗുഹയിൽ പ്രവാചക തിരുമേനിക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയേ, എഴുന്നേൽക്ക്, പദപ്പെട്ട് മൂടിക്കിടക്കുന്ന പ്രവാചക, എഴുന്നേൽക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ചെല്ല്. ജനങ്ങൾ ഇതാ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു, അവരിലേക്ക് ചെല്ലൂ എന്നാണ്. അപ്പൊ നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. നമുക്ക് അല്ലാഹു ഹിദായത്ത് നൽകി,
സ്വർഗത്തിന്റെ വഴി നൽകി. നരകത്തിൽ നിന്നുള്ള വിമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതാണ് വളരെ പ്രധാനമായി പരിശോധിക്കേണ്ടത്. അവിടെയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, രണ്ടാം ഉമർ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു പള്ളിയിൽ ഇമാമാണ്. അദ്ദേഹം ആ നാട്ടിലെ ലീഡറാണ്. അദ്ദേഹം പള്ളിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന ഖുർആനിന്റെ വചനമെത്തി. അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീണു. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈൽ 91-ാം അധ്യായം 14-ാമത്തെ വചനം അദ്ദേഹം ഓതുകയാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന ഒരവസ്ഥ. ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാനാകാത്തവരാണ് നമ്മൾ, അല്ലേ? ഒരു അടുപ്പിന്റെ ചൂട് പോലും സഹിക്കാനാകാത്തവരാണ് നമ്മൾ. ഒരു തീപ്പെട്ടിക്കൊള്ളിയൊരതി നമ്മുടെ കൈകളിൽ വെച്ചാൽ പൊള്ളിയിട്ട് കൈവലിച്ചു കളയുന്നവരാണ് നമ്മൾ. നരകാഗ്നി എന്ന് പറയുന്നത് എന്താണ്? നരകാഗ്നി എന്ന് പറയുന്നത് എന്താണ്? ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു എന്ന ഖുർആനിക വചനം. ആ വചനം കേട്ടിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധം കെട്ട് വീണു. ആളുകൾ ചുറ്റിലും കൂടി അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഫഅൻദർതുകും നാറൻ തലല്ലാ, ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകം, കത്തിജ്വലിക്കുന്ന നരകം. അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി. നരകത്തെ കുറിച്ച് ഓർത്തിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടം ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉമറേ, എനിക്ക് ഡ്രസ്സില്ല, എനിക്ക് ഷർട്ട് തരണം ഉമറേ. അങ്ങ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, അങ്ങ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഉമറേ, അതുകൊണ്ട് ഉമറേ എനിക്ക് വസ്ത്രം തരണം ഉമറേ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ആ മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉമറേ ഞാൻ എന്ത് ചെയ്യാനാണ് ഉമറേ, ഞാനൊരു സാധാരണക്കാരനായ ധീരനായ ഒരു ഭരണാധികാരിയിലെ ഒരു ശിഷ്യൻ മാത്രമാണ്, ഒരു അനുയായി മാത്രമാണ് ഉമറേ. പക്ഷേ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നയിക്കുന്ന ഒരു ദിവസമില്ലേ ഉമറേ, ആ ദിവസം ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞോളാം. അത് കേൾക്കേണ്ട താമസം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണുകൾ ഈറനണിഞ്ഞു. ഇട്ടിരിക്കുന്ന ഡ്രസ് അയച്ച് അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കവിത കൊണ്ടല്ല കേട്ടോ, നരകത്തെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. നരകത്തെ കുറിച്ച് നീ പറഞ്ഞല്ലോ, ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ എന്റെ ഈ ഡ്രസ്സ് നിനക്ക് അയച്ചു തന്നത്. ഈ വിശ്വാസം, അങ്ങനെ അഗാധമായി നരകത്തെ സ്ട്രൈക്ക് ചെയ്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മിമ്പറിൽ ഖുത്ബ നടത്തുകയാണ്, വെള്ളിയാഴ്ചയാണ്. അന്ന് നരകത്തെ കുറിച്ച് റസൂലുള്ളാഹ് വാചാലമായി സംസാരിച്ചു. നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് വാചാലമായി സംസാരിച്ചു. റസൂലുള്ളാഹ് വിങ്ങിപ്പൊട്ടി കരഞ്ഞു, സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു. അന്ന് നമസ്കാരത്തിൽ അവരെല്ലാം കരഞ്ഞു. സലാം വീട്ടിയിട്ടവരാരും പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല. നരകത്തെ കുറിച്ച് ഓർത്ത്, അതിന്റെ ഭയാനകതയോർത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂലുള്ളാഹിന്റെ കൂടെയാണ് അവർ ജീവിച്ചത്. ആ റസൂലുള്ളാഹിയാണ് നരകമുണ്ട് മനുഷ്യരെ, ഓർക്കണേ, ഇത്ഖും മിനന്നാർ, ഒരു കാരക്ക കീറുകൊണ്ടെങ്കിലും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിന്റെ ഗ്രന്ഥം നരകത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്താളുകളിലൂടെ പരലോകത്തെ കുറിച്ചാണ് 2000-ഓളം വരുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കള്ളം പറയാത്ത ആളാണെന്ന് അബൂ സുഫിയാന്റെ സർട്ടിഫിക്കറ്റ്, അബൂജഹലിന്റെ സർട്ടിഫിക്കറ്റ്, 9 ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ്, അനുയായികളുടെ സർട്ടിഫിക്കറ്റ്. ആ നാട്ടിലെ മുഴുവൻ ആളുകളും തമാശയായി പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ റസൂലാ പറയുന്നത് നരകമുണ്ട്, ആ റസൂലാ പറയുന്നത് നരകമുണ്ട്. ആ റസൂലിലാണ് സഹാബത്ത് വിശ്വസിച്ചത്. മേറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് പോയോ എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും വിശ്വസിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമലുകൾ ചെയ്യുകയും ചെയ്ത ഔലിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ വെട്ടിത്തെളിച്ച പാത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. നമുക്കോർക്കാം, വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂറത്ത് തഹ്രീമിൽ 66-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയാമോ? എന്താ പറയുന്നത് എന്നറിയാമോ? യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ.
യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതാ ഇന്നെങ്ങാനും മരിച്ചാൽ നാളെ ഖബറിലേക്കുള്ള യാത്രയായി. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് തിരുവനന്തപുരത്തുകാരൻ കബീർ സാഹിബ് രാവിലെ നോമ്പ് നോറ്റ് 10 മണിക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോ ടെമ്പോ വേന തട്ടി മരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അന്ന് രാത്രി 8 മണിക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറടക്കി. ഞാൻ ആലോചിച്ച ഒരേ ഒരു പോയിന്റ് ഇതാണ്, രാവിലെ 10 മണി വരെ നോമ്പുകാരനായി ഇന്ന് ഞാൻ ഈ യാത്ര തിരിക്കും, ഈ ലോകത്തോട് ഞാൻ വിട പറയും. ഞാനിതാ ഇവിടുന്ന് ഒരു യാത്ര പോവുകയാണ്. അബ്ദുല്ലാഹിന്റെ ഷോൾഡർ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു, അബ്ദുല്ലാ, ഈ ലോകത്ത് ശാശ്വതമല്ല അബ്ദുല്ലാ, ഒരു യാത്ര പോകാനുണ്ട്, ഒരു യാത്ര തിരിക്കാനുണ്ട് അബ്ദുല്ലാ, നാളെ മരണാനന്തര ലോകത്തേക്കുള്ള ഒരു യാത്ര. ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ല അബ്ദുല്ലാ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ, ഒരു ആക്സിഡന്റ് വന്നാൽ അവസാനിക്കാവുന്ന ജീവിതം. റെയിൽവേ ക്രോസ് കടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ടെമ്പോയിലിരുന്ന 5 പേർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ട്രെയിൻ തട്ടി ഛിന്ന ഭിന്നമായി എടുക്കാനും തൊടാനുമില്ലാതെ, ഒരാൾ പോലും തിരിച്ചറിയാതെ, ജന്മം നൽകിയ മാതാപിതാക്കൾ തിരിച്ചറിയാതെ ശരീരം ഛിന്ന ഭിന്നമായി മാംസകഷ്ണങ്ങളായി തെറിച്ചു പോകുമെന്ന് അവരാരും വിചാരിച്ചില്ല. അതേ, ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് പറയാനാവില്ല. എവിടെ വെച്ചാ നിങ്ങൾ മരിക്കുക പറയാനാവില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു വീട്ടിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. 3 കുട്ടികളുടെ മരണം. 3 കുട്ടികളുടെ മരണം. എങ്ങനെയാ മരിച്ചത്? വളരെ ചെറിയ കുട്ടികളാണ് 3 ആൾ. ഏറ്റവും മൂത്ത കുട്ടി വളരെ ചെറുപ്പം, അതിന്റെ താഴെ അങ്ങനെ 3 കുരുന്നുകൾ. 3 കുരുന്നുകൾ, ഒരു 5-6 വയസ്സിനുള്ളിലുള്ള 3 കുരുന്നുകൾ. അതിൽ മൂത്ത കുട്ടി അതിന്റെ നേരെ താഴെയുള്ള കുട്ടിയെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒളിച്ചു കളിക്കുകയാണ്. അങ്ങനെ ഒളിച്ചു കളിക്കാൻ നല്ലൊരു താവളം കണ്ടെത്തി. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് അതിലേക്ക് എടുത്തു വെച്ചു ഈ കുഞ്ഞിനെ. എന്നിട്ട് അതങ്ങ് പൂട്ടിക്കളഞ്ഞു. ആ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. സഹോദരങ്ങളെ, ആ കുട്ടിയെ കാണാതായി. വന്നു നോക്കുമ്പോൾ ഫ്രിഡ്ജിന്റെ പുറത്ത് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വെറുതെ ആ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു നോക്കിയപ്പോ കുട്ടി മരവിച്ചു കിടക്കുന്നു. ആ കുട്ടിയെ എടുത്തു വേഗം കാറിലിട്ട്, കാറ് വേഗത്തിൽ ഓടിച്ചു പോകാൻ വിചാരിച്ചതാ. ഈ കുട്ടിയെ എടുത്തു വെച്ച മൂത്ത കുട്ടിയില്ലേ, അവൻ പേടിച്ച് കാറിന്റെ അടിയിൽ പോയി ഒളിച്ചു. കാർ അവന്റെ നെഞ്ചിലൂടെ കയറി, അവനും മരിച്ചു. ചെറിയ കുഞ്ഞിന് മുല കൊടുക്കുകയായിരുന്ന ഉമ്മ ഈ ബഹളം കേട്ട് ഓടിയണീച്ച് കിട്ടിയ തട്ടം വലിച്ച് തലയിലിട്ട് മുറ്റത്തേക്ക് ഓടി. ഓടുന്ന ഓട്ടത്തിൽ അയലിലുണ്ടായിരുന്ന എല്ലാ ഡ്രസ്സും പൊട്ടി. ഈ മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ മുഖത്ത് വീണത് ഈ ഉമ്മ അറിഞ്ഞില്ല. ആ കുഞ്ഞും മരിച്ചു. ഒരു വീട്ടിൽ 3 കുഞ്ഞുങ്ങൾ ഒരേ ദിവസം തൊട്ടടുത്ത സമയത്തായി മരിക്കുകയാണ്. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഖുർആനിലെ 31-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. ഏത് നിമിഷവും നമ്മൾ മരിക്കും. അത് മരിച്ചാൽ കൊല്ലായിലെ കബീർ സാഹിബിന്റെ മയ്യത്ത് ഖബറടക്കി തിരിച്ചു പോരുമോ മനസ്സിലുണ്ടായിരുന്ന ഇതാണ്. ആ ഖബറിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? ആ ഖബറിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? അദ്ദേഹത്തിന്റെ ഏകദൈവ ആരാധന അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ നമസ്കാരം അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ നോമ്പ് അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇരട്ട കുട്ടികളുണ്ട് അദ്ദേഹത്തിന്, 2 ചെറിയ മക്കൾ. ഈ ലോകത്തോട് ഞാനും നിങ്ങളുമൊക്കെ വിട പറയേണ്ടവരാണ്. ആ വിട പറയുമ്പോൾ നരകം നമ്മളെ കാത്തിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാവണം.